തന്റെ പേരിൽ നടക്കുന്ന വിവാദങ്ങളെ മുഖവിലേക്കെടുക്കുന്നില്ലെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ. പിന്തുണയ്ക്കുന്നവരോടും വിമർശിക്കുന്നവരോടും സന്തോഷം. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ താൻ കാണാറില്ല. ബിന്ദുവിന്റെ മകളുടെ ചികിത്സ നാളെ ആരംഭിക്കുമെന്നും ജയകുമാർ പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. നിലവിൽ ഇന്നിപ്പോൾ രാവിലെ മന്ത്രി വീണ ജോർജ് ആ കുടുംബത്തെ സന്ദർശനം നടത്തിയിരുന്നു. ആ കുട്ടിയുടെ ചികിത്സ ഒരുപക്ഷെ നാളെ മുതൽ തന്നെ ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെ, അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മളതെല്ലാം അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നാളെ വരുന്നതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല. ആ കുടുംബത്തെ ബന്ധപ്പെട്ടു സാർ, അതിനുശേഷം സാറ് ബന്ധപ്പെട്ടിരുന്നു അവർ ഫോണിൽ പറഞ്ഞിരുന്നു. അല്ല, ഞാൻ പോയിരുന്നു. ബഹുമാനപ്പെട്ട വാസവൻ സാറും ജില്ലാ കളക്ടറും ഞാനും കൂടെ പോയിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അപ്പോൾ ആ കുട്ടിക്ക് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. സാറിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടൊക്കെ ചില വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലർ കൂടുതൽ ആൾക്കാർ സാറ് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണും. പക്ഷേ ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കുന്നതല്ല. എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുണയ്ക്കുന്നവരോട് സന്തോഷം, ക്രിറ്റിസൈസ് ചെയ്യുന്നവരോട് സന്തോഷം. ക്രിറ്റിസൈസ് ചെയ്യുന്നവർ ചിലപ്പോൾ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കും, ഇരുത്തി ചിന്തിപ്പിക്കും. പിന്തുണയ്ക്കുന്നവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇഷ്യൂ വരുമ്പം രണ്ടഭിപ്രായം നാച്ചുറലാണ്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ജോലി ഈ ആശുപത്രിയും ഇതിൻ്റെ കാര്യങ്ങളും നോക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വിവാദങ്ങളെ ഞാനൊന്നും നോക്കാറില്ല. താങ്ക് യു സാർ, വളരെ സന്തോഷം. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവാദങ്ങളെ ഒന്നും താൻ അതിനൊന്നും കാണുന്നില്ല, മുഖവിലേക്ക് എടുക്കുന്നില്ല. ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മുടങ്ങിക്കിടക്കുന്ന ശസ്ത്രക്രിയകൾ നാളെ മുതൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ന്യൂസ് മലയാളത്തോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.